100 ദിവസം നമ്മളൊരു വീട്ടില് ക്യാമറയുടെ ചുറ്റും നമ്മൾ നിൽക്കാണ്. അപ്പം എപ്പോഴെങ്കിലും ചേട്ടന് തോന്നിയിട്ടുണ്ടോ 100 ദിവസം ഫേക്ക് ആയിട്ട് ഒരാൾക്ക് ഇരിക്കാൻ പറ്റൂന്ന്? 100 ദിവസം പോയിട്ട് 10 ദിവസം നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദ്യത്തെ 2 ദിവസമൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊക്കെ നിൽക്കാം. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ക്യാമറയുടെ മുമ്പിൽ ഒരാൾക്ക് ഫേക്കായിട്ട് നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ സംഭവിക്കുമെന്ന് അറിഞ്ഞുകൂടാ, കാരണം ഞാൻ അത് അനുഭവിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് അപ്പാനി ശരത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഷെയ്ഡ്സ്, ഇപ്പൊ ചേട്ടൻ ചെയ്തിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സിന്റെ ഷെയ്ഡ്സ് മനസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അതുപോലത്തെ ഒരു ക്യാരക്ടറോ അങ്ങനത്തെ എന്തെങ്കിലും നമുക്ക് ബിഗ് ബോസിൽ കാണാൻ പറ്റുമോ ചേട്ടന്റെ? ആവശ്യം വന്നാൽ ചിലപ്പോൾ കണ്ടേക്ക, ആവശ്യം വന്നു കഴിഞ്ഞു. ഓക്കെ. പക്ഷെ ആ ചെയ്ത കഥാപാത്രങ്ങളെക്കാട്ടി സ്ട്രോങ് ആയിരിക്കും, അത്രേ ഉള്ളൂ. സിനിമയിൽ അത്രയും ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. ഒന്നുമല്ല, സിനിമാ നടനായിട്ട് ഒരിക്കലും ഞാൻ നിൽക്കില്ല. ഞാനൊന്ന് വ്യക്തിയായിട്ട് മാത്രമേ ബിഗ് ബോസ് ഷോയിൽ നിൽക്കുള്ളൂ. സിനിമയല്ല അവിടെ, അത് സിനിമയല്ല. അപ്പം ഞാനെന്നൊരു വ്യക്തി എന്താണ്, ആ വ്യക്തിയുടെ നിലപാടുകൾക്കനുസരിച്ച് ഞാൻ നിൽക്കുള്ളൂ. പക്ഷെ എന്നാലും ചില അവസ്ഥകളിൽ, ചില മുഹൂർത്തങ്ങളിൽ ഞാൻ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളോട് ഒന്ന് കയറി ഇറങ്ങി പോകുന്നതിൽ തെറ്റില്ല. അത് ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കും. എല്ലായ്പ്പോഴും ഞാൻ അത് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആവശ്യം ഉണ്ടെങ്കിൽ ചിലപ്പം. ഈ സിനിമയിലേക്ക് ഇപ്പൊ വന്നിട്ട് 8 വർഷമായി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ 8 വർഷത്തിന് മുന്നേ ഉള്ള ശരത്തേട്ടനെയാണോ നമ്മൾ ബിഗ് ബോസിൽ കാണാൻ പോകുന്നത്? അതാ, അങ്ങനെ വരട്ടെ. അത് ഭയങ്കര അടിപൊളിയായിരിക്കും. ആ ശരത്താണ് എനിക്കിഷ്ടം. എനിക്കിഷ്ടം ആ ശരത്തിനെയാണ്. കാരണം എന്ത് പറഞ്ഞാലും ചാടി നിൽക്കും, ഒരു തരത്തിലും വെറുതെ ഇരിക്കില്ല, എന്തിനും മുന്നേ നിൽക്കും. ആരിറങ്ങി പോടാന്ന് പറഞ്ഞാലും ഓക്കെ ആയിക്കോട്ടെ, പോയിട്ട് തിരിച്ചു വരും. എന്തിനും കട്ടയ്ക്ക് നിൽക്കും. ഭയങ്കരമായിട്ട് ഡൗൺ ടു എർത്ത്. ഇപ്പോഴും ഡൗൺ ടു എർത്ത് തന്നെയാണ്. അന്ന് കുറച്ച് കൂടുതൽ ഡൗൺ ടു എർത്താന്ന് പറയാം. അങ്ങനത്തെ ഒരു ശരത്ത് ഉണ്ടായിരുന്നു. എല്ലാ പരിപാടിക്കും മുന്നേ നിൽക്കുക, ഒന്നും പ്രതീക്ഷിച്ച് നിൽക്കില്ല. ഇന്നത് കിട്ടും, ഇന്ന ആൾക്കാരിൽ നിന്ന് ഇന്നത് കിട്ടും എന്ന ഒരു പ്രതീക്ഷയിലും അല്ല എൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ആ ശരത്ത് അടിപൊളിയായിരുന്നു. ഇപ്പം അങ്ങനെ അല്ലല്ലോ, ഇപ്പോൾ വേറെ മാറി. ഇപ്പം സിനിമയിലൊക്കെ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അധികം കമ്മിറ്റ്മെൻറ്റുകളായി. അപ്പം നമുക്ക് വളരെ ശ്രദ്ധയോടു കൂടി നിൽക്കണം, നന്നായിട്ട് ജോലി ചെയ്യണം, കുടുംബം നോക്കണം. അപ്പോൾ കുറേ പ്രതിബദ്ധതകൾ കൂടുന്തോറും രീതികൾക്ക് മാറ്റം വരും. അവരുടെ സംസാര രീതികൾക്കാണെങ്കിലും അവർ ഇടപെടുന്ന കാര്യത്തിലാണെങ്കിലും അവർ എത്തിപ്പെടുന്ന സാഹചര്യമാണെങ്കിലൊക്കെ അവർ ജീവിതത്തിൽ നിന്ന് കുറേ മാറ്റങ്ങൾ വരും. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. മുമ്പ് നേരെ വാ നേരെ പോ, അത്രേ ഉള്ളൂ. ആരും ഒന്നും ഒരു കുഴപ്പമില്ല, നമ്മൾ കട്ടയ്ക്ക് നിൽക്കും. ആ ഒരു ശരത്തിന് എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയാൽ അടിപൊളിയായിരിക്കും. ഒരുപാട് വർഷമൊന്നുമില്ലല്ലോ, 10 കൊല്ലം ബാക്കിലോട്ട് പോയാൽ മതി, ഈസി. ലൈക് ബിഗ് ബോസിൽ വരുന്ന ഓരോ ആളുടെയും എയിം എന്ന് പറഞ്ഞാൽ ആ കപ്പായിരിക്കും അല്ലേ? അതെ. ആ കപ്പ് കിട്ടി എന്ത് ചെയ്യും? കപ്പ് കിട്ടി ഞാൻ വീട്ടിൽ കൊണ്ടുപോയിക്കും, പിന്നെ അല്ലാതെ എന്ത് ചെയ്യും? അല്ല, ഞാൻ ബിഗ് ബോസിൽ ഞാൻ വിന്നർ ആവുകയാണെങ്കിൽ എനിക്ക് അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനത്തെ ഓരോ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അവിടെ നിന്ന് ചിരിക്കണ്ട, എന്നെ അവിടെ നിന്ന് കളിയാക്കോ. കപ്പ് കിട്ടിയ വീട്ടിൽ കൊണ്ടുവന്നു. കപ്പ് കിട്ടി കഴിഞ്ഞാൽ എന്താ, വിന്നർ അടിക്കുക എന്നുള്ള അപ്പുറത്തേക്ക് വേറൊരു ചിന്തയില്ല. നമ്മളൊരു പരിപാടിക്ക് പോകുമ്പോൾ, നമ്മളൊരു സിനിമ ചെയ്യുമ്പോഴാണെങ്കിൽ നമ്മൾ എന്ത് തന്നെയായാലും അതിന്റെ സക്സസ് ആണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇപ്പം ഞാൻ ഇപ്പോൾ ഷോയിലേക്ക് പോവുകയാണെങ്കിൽ, എന്നെ ഷോയിൽ നിന്ന് വിളിച്ച് ഞാൻ ഷോയിൽ പോവുകയാണെങ്കിൽ എൻ്റെ ലക്ഷ്യം 100 ദിവസം തികച്ച് നിൽക്കുക, കപ്പ് നേടുക, അത്രേ ഉള്ളൂ. പിന്നെ കപ്പ് നേടിയതിന് ശേഷം ഉള്ളത് അത് അപ്പം ചിന്തിച്ചാൽ പോരെ, അത് അപ്പം ചിന്തിച്ചാൽ മതിയായിരിക്കും. അതിനു മുമ്പ് മുൻകൂട്ടി പ്രെഡിക്റ്റബിൾ ചെയ്യണ്ട. ആദ്യം കപ്പ് നേടട്ടെ, അതിനുവേണ്ടി എന്ത് ചെയ്യാന്നുള്ള ആലോചിക്കും. കപ്പ് നേടിയതിന് ശേഷമുള്ളത് അപ്പോഴല്ലേ. സിനിമയിൽ തന്നെ തുടരുമോ? ഉറപ്പല്ലേ? അയ്യോ, അത് നമ്മളെ ബ്ലഡ് അല്ലേ. അയ്യോ, അത് വിട്ടിട്ടൊരു പരിപാടിയില്ല. അത് വിട്ടിട്ടുള്ളൊരു പരിപാടിയില്ല. സിനിമ 24 hours സിനിമ 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 എന്നുള്ള ഒറ്റ ചിന്തയുള്ളൂ. ഷോയിൽ നിന്ന് ഞാൻ പോയിട്ട് ഷോയിൽ നിന്ന് ഇറങ്ങി വിന്നർ അടിച്ചിറങ്ങുകയാണെങ്കിലോ അതിന് മുമ്പ് ഔട്ടായിട്ട് ഇറങ്ങുകയാണെങ്കിലോ എങ്ങനെ ഇറങ്ങിയാലും മുമ്പ് എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അതിന് പുറകെ യാത്ര ചെയ്ത് പോവാ. പിന്നെ അത്രേ ഉള്ളൂ. സിനിമയ്ക്ക് പകരം അപ്പുറത്തേക്ക് മാറ്റി വയ്ക്കുക ഒന്നും തന്നെ ഇല്ല. ഇതുവരെ ഈ 6 സീസണിൽ കണ്ട ലാലേട്ടൻ കുറച്ച് സോഫ്റ്റ് ആയിരുന്നു എന്നൊക്കെയാണ്, മിക്ക സിറ്റുവേഷനിലും സോഫ്റ്റ് ആയിട്ടാണ് ലാലേട്ടൻ ബിഹേവ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഈ സീസൺ 7ന്റെ പ്രൊമോയില് ഭയങ്കര അഗ്രസീവ് ആയിട്ടൊരു ലാലേട്ടനാണ് നമ്മൾ കാണുന്നത്. 7ന്റെ പണി എന്നൊക്കെയാണ് ലൈക് പ്രൊമോയിലൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു സീസണിൽ ലാലേട്ടൻ കുറച്ച് അഗ്രസീവ് ആയിട്ട് പെരുമാറുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ലാലേട്ടൻ എങ്ങനെയാണ് ഇതിനെ ബിഗ് ബോസ് സീസൺ 7 എങ്ങനെയാണ് ലാലേട്ടൻ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്കറിയില്ല. പക്ഷെ എങ്ങനെ ചെയ്താലും ഞാൻ എൻ്റെ വളരെ കുഞ്ഞുനാൾ മുതൽ ലാലേട്ടൻ MG കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ടുള്ള കഥകൾ കേൾക്കാനും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ വരുന്നതിന് മുമ്പുള്ള കഥകൾ കേട്ട് ആസ്വദിച്ച് പല സഭകളിലിരുന്ന് അദ്ദേഹത്തിൻ്റെ ജീവിത കഥകളും അല്ലെങ്കിൽ അഭിനയിച്ചിട്ടുള്ള കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാം ഇപ്പോഴും ഈ സമയങ്ങളോടുകൂടി നമ്മളെ ചർച്ചകൾ എപ്പോഴും വരുന്ന ഒരാളാണ് ലാലേട്ടൻ.
അറിയാലോ. ഇവിടെ ലാലേട്ടൻ ആ സിനിമയിൽ അങ്ങനെ ഇന്നലെ രാത്രി കൂടി ഞാനൊരു ലാൽ സാറിനെ കുറിച്ചൊരു സിനിമയുടെ സീനിനെ കുറിച്ച് സംസാരിച്ചോളൂ. എല്ലാം ഇപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ. ഒരുപക്ഷെ സിനിമയെക്കാട്ടി റിയൽ ലൈഫ് നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കും. നമ്മൾ ബോയ്സ് ആയതുകൊണ്ട് എപ്പോഴും നമ്മൾ സംസാരിക്കാറുണ്ട്. അവിടെ അന്ന് MG കോളേജിൽ എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് കേട്ട കഥ ലാലേട്ടൻ MG കോളേജിൽ മറ്റേ RX 100 ബൈക്കിലൊക്കെ പണ്ട് പോയിട്ടുള്ള കഥ. സെക്രട്ടേറിയറ്റിന് മുമ്പിലൊക്കെ യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ വൻ പരിപാടിയായിരുന്നു അദ്ദേഹം. അപ്പം അങ്ങനെ ഒരു പണ്ട് മുതലേ ലാലേട്ടൻ 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 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു ഫാൻ ബോയ് ആണ് ഞാൻ. അപ്പൊ ഇപ്പോഴും ഞാൻ അദ്ദേഹത്തിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം ലാലേട്ടൻ നാളെ അവിടെ വന്നിട്ട് എന്നോട് ചൂടാവുകയോ ദേഷ്യപ്പെടുകയോ ഞങ്ങളോട് ദേഷ്യപ്പെടുകയോ എന്ത് ചെയ്താലും അത് ഇരു കയ്യിൽ നീട്ടി സ്വീകരിക്കുക തന്നെ, അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. വെളിപാടിന്റെ പുസ്തകത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചതാണ്. അദ്ദേഹത്തിനൊപ്പം എനിക്ക് അങ്ങനെ ഒരു ഏറ്റവും വലിയ ഭാഗ്യം ഉണ്ടായി. അപ്പൊ എന്നെ അറിയാം ചേട്ടൻ എന്നെ അറിയാം, എൻ്റെ വൈഫിനെ അറിയാം. എല്ലാം ഇപ്പോഴും നമ്മൾ കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് കൂടി കണ്ടതാണ്. എന്നോട് വല്ല ദേഷ്യപ്പെട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കും. ഞാൻ നന്നായി കളിക്കാനായിട്ടോ അല്ലെങ്കിൽ ഞാൻ പോകുന്ന വഴികൾ കറക്റ്റ് അല്ലാഞ്ഞിട്ടായിരിക്കുമല്ലോ ഒരു ജ്യേഷ്ഠൻ വഴക്ക് പറയുന്നത്. അങ്ങനെ കാണുള്ളൂ. പിന്നെ എന്ത് പറഞ്ഞാലും നമ്മളെ ലാലേട്ടനല്ലേ സംസാരിക്കണ നമ്മളടുത്തല്ലേ. വഴക്ക് പറഞ്ഞാലും അദ്ദേഹം ചിരിച്ചാലും വഴക്ക് പറഞ്ഞാലും സംസാരിക്കണം നമ്മുടെ അടുത്തല്ലേ. അതൊരു വലിയ പ്രിവിലേജ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. വലിയ കാര്യമില്ല. ലാലേട്ടൻ ചൂടായോ വിഷമാവുമായിരിക്കും ആ സമയത്ത്. പക്ഷെ എന്നാലും അത് കുഴപ്പമില്ല. അതൊക്കെ മനസ്സിലൊന്നും വെക്കാത്തൊരു മനുഷ്യനാണല്ലോ. വളരെ ഓപ്പൺ ആയിട്ടുള്ളൊരു ആളല്ലേ. തിരുവനന്തപുരത്ത് അരുവിക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് സിനിമയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അത്രയും ഈസി ആയിട്ടൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ചേട്ടനിപ്പം ചേട്ടൻ്റെ ലൈഫിൽ ഫേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ എന്തൊക്കെയായിരുന്നു ഞാൻ പറയുന്നേ? അയ്യോ ഈ പ്രതിസന്ധി ഒന്നുകൂടെ പറയാം. സോറി ചേട്ടാ. സോറി ഒന്നും വേണ്ട. ഞാനും പ്രശ്നം എനിക്കും സംസാരിക്കുമ്പോ ഇങ്ങനെ വരുമ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ആയിക്കോണേ. കുഴപ്പമില്ലല്ലോ ചേട്ടാ. ഇതൊന്നും പൊന്നു ചേട്ടാ, ഇതൊന്നും ടെൻഷനാ. എന്താ ഞാനിപ്പോ എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ ചേട്ടന്റെ? ലാസ്റ്റ് തിയേറ്ററിൽ എത്തിയ സിനിമ ജങ്കാർ എന്നൊരു മലയാള സിനിമയാണ്. അടുത്ത തിയേറ്റർ റിലീസാകാൻ പോകുന്നത് അനന്തൻകാട്. അതിന്റെ ടീസർ ഇറങ്ങി. ഭയങ്കര അടിപൊളി ടീസർ ആയിരുന്നു. ഷൂട്ട് തുടങ്ങാനിരിക്കുന്നത് പൊന്നുലകം എന്ന് പറയുന്ന തമിഴിൽ നായകനായിട്ടുള്ളൊരു സിനിമ. അതാണ് ഇപ്പൊ അടുത്ത ഷൂട്ട് ആരംഭിക്കാൻ പോകുന്നത്. ചേട്ടാ തിരുവനന്തപുരത്ത് അരുവിക്കര എന്നുള്ള സ്ഥലത്തു നിന്നാണ് ചേട്ടൻ വരുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ ലൈക്ക് ചേട്ടന് സിനിമയിലേക്ക് വരാനുള്ള ഒരു ജേർണി എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിരുന്നില്ല. ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാവും അല്ലേ? അതെ 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 അതേന്ന് പറഞ്ഞാൽ നിർത്തരുത്, കുറച്ചും കൂടെ പറയണം. അതെ, എന്റെ വീട് തിരുവനന്തപുരത്ത് അരുവിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് എന്റെ വീട്. വളരെ കുഞ്ഞുനാൾ മുതൽ നാടകത്തിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അറിയാമല്ലോ, പല സിനിമകളുടെ ഇന്റർവ്യൂയുടെ ഭാഗമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ വീടിന്റെ തൊട്ടടുത്ത് തന്നെ കലാമന്ദിരം എന്നൊരു നാടക സമിതി ഉണ്ടായിരുന്നു. അവിടെയാണ് ഞാൻ എൻ്റെ പഠനകാല സമയത്ത് മുഴുവൻ സമയവും സ്കൂളിലെ സമയം കഴിഞ്ഞിട്ട് മുഴുവൻ സമയം ചിലവഴിച്ചിരുന്നത് അവിടെയാണ്. അപ്പോൾ അവിടെ നാടകം, പാട്ട്, ഡാൻസ് എല്ലാം പഠിപ്പിക്കുന്ന ഒരു ടീച്ചറുണ്ട്. ടീച്ചറിൻ്റെ പേര് കല എന്നാണ്. അപ്പോൾ ആ ടീച്ചറിൻ്റെ ഒരു പെറ്റായിരുന്നു ഞാൻ. ടീച്ചറായിരുന്നു എൻ്റെ ഏകദേശം വളരെ കുട്ടിക്കാലം മുതൽ ടീച്ചറായിരുന്നു എൻ്റെ. സ്കൂൾ പഠനം കഴിഞ്ഞാൽ പിന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ടീച്ചറാണ് ആദ്യമായിട്ട് എന്നെ സ്റ്റേജിൽ കയറ്റുന്നത്. ഒരു മോണോ ആക്ട് ആയിരുന്നു എൻ്റെ ആദ്യത്തെ ഐറ്റം. ടീച്ചറിൻ്റെ മകൻ ജിജിക്കുട്ടൻ എന്ന് പറയുന്ന ആളുണ്ട്. അദ്ദേഹം അന്ന് ആ നാട്ടിൽ എഴുത്തുകാരനും നാടക പ്രവർത്തകനാണ്. ഇന്നും നാടക പ്രവർത്തനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പഠനത്തിലൂടെ നമ്മുടെ സ്കൂൾ കാലഘട്ടങ്ങളിൽ മൈമും നാടകവും മിമിക്രിയും മോണോ ആക്റ്റും ഡാൻസും എല്ലാ കലാപരിപാടികളും ചെയ്യുമായിരുന്നു. വളരെ കുട്ടിക്കാലത്ത് 2ാം ക്ലാസ്സിലാണ് ആദ്യം മോണോ ആക്ട് അവതരിപ്പിക്കുന്നത്. മോണോ ആക്ട് 3rd പ്രൈസ് ആയിരുന്നു. പക്ഷെ അന്ന് നമുക്ക് അന്നത്തെ ഒരു ഓഡിയൻസിൽ നിന്ന് കിട്ടിയ ഒരു പ്രശംസയും ഒരു കയ്യടിയൊക്കെ അന്ന് വളരെ കുട്ടിക്കാലത്തെ എപ്പോഴൊക്കെയോ ഒരുപക്ഷെ എൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടാകാം. പിന്നെ അത് കൂടെ കൊണ്ട് നടക്കണമെങ്കിൽ അങ്ങനെ ഒരു എവിടെന്നെങ്കിലും ഒരു അനുഭവം ഉണ്ടാകുമ്പോഴാണല്ലോ നമുക്ക് കൂട്ടാൻ പറ്റുന്നത്. അന്ന് മുതൽ പഠനത്തോടൊപ്പം തന്നെ അല്ലെങ്കിൽ കലയും കൂടെ കൂട്ടി.